കോതമംഗലം രൂപതയിലെ നാടുകാണി സെന്റ് തോമസ് ചർച്ചിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കോതമംഗലം ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ഗ്രാമമാണ് ഈ നാടുകാണി എന്ന് പറയുന്നത്. അടുത്ത കാലത്ത് ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെയൊക്കെ ഒരു വലിയ പ്രവർത്തന മേഖലയായിരുന്നു ഈ പ്രദേശം. സാധാരണക്കാരായ ആളുകൾ ധാരാളം വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ടൗണിൻ്റെതായ തിരക്കുകളൊന്നുമില്ലാതെ എന്നാൽ ടൗണിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ ശാന്തമായ ഒരു ജീവിത സാഹചര്യങ്ങളുള്ള, ശാന്തമായി ജീവിച്ച് കടന്നു പോകാൻ കഴിയുന്ന, പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ നാടുകാണി എന്നുള്ളത്. ഈ നാടുകാണി പ്രദേശത്തിന്റെ തിലകക്കുറിയായി അനുഗ്രഹദായക സങ്കേതമായി നിൽക്കുന്ന ഇടമാണ് സെന്റ് തോമസ് ചർച്ച് നാടുകാണി എന്നുള്ളത്. തീർച്ചയായും വലിയ ദൈവാനുഗ്രഹത്തിന്റെ, ദൈവാനുഭവത്തിന്റെ ഒക്കെ തിരുനാളിലൂടെ ഈ ദേവാലയം ഇപ്പോൾ കടന്നു പോവുകയാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളാണ് ഈ ദിവസങ്ങളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. സെപ്റ്റംബർ മാസത്തില് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാള് ഇവിടെ വലിയ ആഘോഷപൂർവ്വം നടത്താറുണ്ട്. ഈ തിരുനാള് തീർച്ചയായും വലിയ ദൈവാനുഗ്രഹത്തിന്റെയും ഇടവ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയുടെയും ഒക്കെ വലിയ വിജയമായിരുന്നു. 7 ദിവസം നീണ്ടുനിന്ന ഈ നൊവേനയ്ക്ക് പ്രാരംഭം കുറിച്ചത് ഇടവാംഗമായ അഭിവന്ദ്യ തോമസ് പുലോപ്പള്ളി പിതാവിന്റെ പത്രാഭിഷേകത്തിന്റെ 25ാമത്തെ വാർഷികം ജൂബിലി ആഘോഷിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. പിന്നീട് തിരുസ്വരൂപ പ്രയാണം ഉണ്ടായിരുന്നു. ഇടവകയിലെ എല്ലാ ഇടങ്ങളിലേക്കും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുമായിട്ട് കടന്നു ചെന്ന് ആളുകൾ അവിടെ കാത്തുനിന്ന് വിശുദ്ധരെ സ്വീകരിക്കാനായി കാത്തുനിന്ന അനുഭവമൊക്കെ തീർച്ചയായിട്ടും വലിയ ഒരു ദൈവിക കൃപയുടെ അനുഭവമായിരുന്നു. അതുപോലെ വെള്ളിയാഴ്ച വൈകുന്നേരം ദിവ്യകാരുണ്യ സായാഹ്നം എന്ന ശുശ്രൂഷ നടക്കപ്പെട്ടു. ദിവ്യകാരുണ്യ ആരാധനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഒക്കെ വലിയ ആത്മീയതയുടെ നിറവേകുന്ന അനുഭവങ്ങളായിരുന്നു. ഇന്ന് ഒരുപാട് ആളുകൾ പങ്കെടുത്ത തിരുനാൾ വിശുദ്ധ കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഒക്കെ വലിയ ദൈവാനുഗ്രഹത്തിന്റെ സങ്കേതമായിട്ട് മാറി. അങ്ങനെ ഈ പ്രദേശത്തിനും ഈ ഇവിടെ വസിക്കുന്ന നാനാജാതി മത്സരായ ആളുകൾക്ക് വലിയൊരു അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ നിമിഷങ്ങളായിട്ട് ഈ തിരുനാൾ മാറുകയാണ്. ഈ നാടിനും ഈ പ്രദേശത്തിനുമൊക്കെ നാനാജാതി മത്സരായ ആളുകൾക്ക് ആശ്രയവും അഭയവുമായിട്ട് നാടുകാണി സെന്റ് തോമസ് ദേവാലയം നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ദേവാലയത്തിന്റെ അനുബന്ധമായിട്ടുള്ള നാടുകാണി കുരിശുമല, തീർച്ചയായിട്ടും അത് ഒരുപാട് തീർത്ഥാടകരും ഒരുപാട് ടൂറിസ്റ്റുകളും വന്ന് വരികയും അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. തീർച്ചയായും വളരെ ഉയർന്നു നിൽക്കുന്ന ആ മലയിൽ കയറുമ്പോൾ ഈ പ്രദേശം മുഴുവൻ കാണാൻ കഴിയുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. അപ്പൊ തീർച്ചയായിട്ടും വലിയ ഒരു സന്തോഷത്തിന്റെ ഇടമാണ് നാടുകാണി എന്ന് പറയുന്നത്. ഒരുപാട് കാഴ്ചകളുടെ വസന്തമാണ് നാടുകാണി. വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഒരു അനുഭവമാണ് ഈ നാടുകാണി എന്ന് പറയുന്ന ഈ പ്രദേശം. ഈ ദേവാലയത്തിന്റെ വലിയൊരു അഭിമാന നിമിഷമായിട്ട് തീർച്ചയായിട്ടും ഈ തിരുനാൾ മാറുമെന്നതിൽ സംശയമൊന്നുമില്ല. സെന്റ് തോമസ് ചർച്ച് നാടുകാണിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മലകളും വയലുകളും തോടുകളും നിറഞ്ഞ ഒരു മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഇടം, ഒരു സുന്ദര ഗ്രാമം, അതാണ് നാടുകാണി. നാടുകാണി സെന്റ് തോമസ് ചർച്ചിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പെരുന്നാൾ ആഘോഷമാണിന്ന്. പ്രകൃതിയുടെ പച്ചപ്പിനിടയിൽ ആത്മീയതയുടെ ദീപശിഖയായി ഉയർന്നു നിൽക്കുന്ന ഈ ദൈവാലയം വർഷങ്ങളായി വിശ്വാസികളുടെ അഭയകേന്ദ്രമായി മാറിയിരിക്കുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും അനുഗ്രഹത്തിൽ വളർന്നുവന്ന ഈ ദേവാലയം വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ ഈ ഗ്രാമം മുഴുവൻ ഉത്സവഭാവത്തിലേക്ക് മാറും. പ്രാർത്ഥനകളുടെ നാദവും മണിമുഴക്കവും ഭക്തിഗാനങ്ങളും വർണ്ണപ്പകിട്ടാർന്ന അലങ്കാരങ്ങളുമെല്ലാം ചേർന്ന് ഒരാത്മീയോത്സവമായി മാറുന്നു. ദൂരദേശങ്ങളിൽ നിന്നുപോലും വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നു, പ്രാർത്ഥനകളും നേർച്ചകളും സമർപ്പിക്കാൻ. പെരുന്നാൾ വെറും ആഘോഷമല്ല, അത് വിശ്വാസത്തിന്റെ പുതുക്കലാണ്, ഐക്യത്തിന്റെ സന്ദേശമാണ്, സമൂഹത്തിന്റെ ശക്തിയാണ്. ഓരോ വീടും ഓരോ ഹൃദയവും സന്തോഷത്താലും നന്ദിയാലും നിറയുന്ന ഈ വിശുദ്ധ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം അഭ്യർത്ഥിക്കാം. നാടുകാണിയുടെ ഈ പുണ്യഭൂമിയിൽ നിന്നുള്ള ഈ പെരുന്നാൾ അനുഭവം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിത്യസ്മരണയായി നിലനിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് നാടുകാണി സെന്റ് തോമസ് ദേവാലയത്തിന്റെ ഹൃദയഭാഗം. അതിയായ ഭംഗിയോടെ ഉയർന്നു നിൽക്കുന്ന ഈ മനോഹരമായ അൾത്താര, മധ്യഭാഗത്ത് കുരിശിൽ ക്രൂശിതനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദിവ്യരൂപം, കരുണയും ത്യാഗവും സ്നേഹവും ഒരുമിച്ച് സംസാരിക്കുന്ന ദൃശ്യമായി അത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്വർണ്ണ അലങ്കാരങ്ങളാൽ ചുറ്റപ്പെട്ട വൃത്താകൃതിയിലുള്ള പാളികളും ശില്പശോഭയുള്ള തൂണുകളും ദൈവസന്നിധിയുടെ മഹത്വം വിളിച്ചോതുന്നു.
അൾത്താരയുടെ ഇരുവശങ്ങളിലും വിശുദ്ധരുടെ ചിത്രങ്ങളും പ്രതിമകളും ആത്മീയ സാന്നിധ്യമായി നിലകൊള്ളുന്നു. ഓരോ മുഖവും വിശ്വാസത്തിന്റെ കഥ പറയുന്നു. ഓരോ രൂപവും പ്രാർത്ഥനയുടെ നിശബ്ദത പകരുന്നു. പുഷ്പങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന അൾത്താരയുടെ മുൻഭാഗം ഒരു പെരുന്നാളിന്റെ സന്തോഷവും ആത്മീയോത്സവത്തിന്റെ ചൈതന്യവും നമ്മിലേക്ക് പകരുന്നു. ചുവപ്പും വെള്ളയും നിറഞ്ഞ പൂക്കൾ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നു. മുകളിലേക്കുയരുന്ന അലങ്കാര വളയങ്ങളും സൂക്ഷ്മമായ ശില്പകലയും ചേർന്ന് ഈ അൾത്താരയെ ഒരു കലാസൃഷ്ടിയായി മാത്രം നിർത്താതെ ദൈവാനുഭവത്തിന്റെ കവാടമായി മാറ്റുന്നു. ഇവിടെ ഉയരുന്ന ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് നീളുന്ന ഒരു ശബ്ദമാണ്. ഇവിടെ തെളിയുന്ന ഓരോ മെഴുകുതിരിയും വിശ്വാസത്തിന്റെ പ്രകാശമാണ്. നാടുകാണി സെന്റ് തോമസ് ദേവാലയത്തിന്റെ ഈ അൾത്താര വിശ്വാസത്തിന്റെ ഹൃദയം, പ്രാർത്ഥനയുടെ കേന്ദ്രം, ആത്മാവിനാശ്വാസം നൽകുന്ന പുണ്യസ്ഥലം. ഇത് ഒരു സാധാരണ കാഴ്ചയല്ല. ഇത് വിശ്വാസത്തിന്റെ ഉയിർപ്പ്. ഇത് നേർച്ചയുടെ നിറവേറ്റൽ. നാടുകാണിയുടെ ഈ പുണ്യഭൂമിയിലേക്ക് അമ്പും മുടിയും കൈകളിൽ കരുതിക്കൊണ്ട് വിശ്വാസികൾ എഴുന്നള്ളിക്കുന്നു. ഓരോ ചുവടും ഒരു പ്രാർത്ഥനയായി, ഓരോ ശ്വാസവും ഒരു നന്ദിയായി. പെരുന്നാളിന്റെ വർണ്ണപ്പകട്ടിൽ നിറഞ്ഞ ഈ വഴിയിലൂടെ, നിറഞ്ഞ ആകാശത്തിൻ കീഴിൽ പാറിപ്പറക്കുന്ന വർണ്ണക്കടലാസുകളുടെ ഇടയിലൂടെ, കാറ്റിൽ ലയിക്കുന്ന ഭക്തിഗാനങ്ങളുടെ ഇടയിലൂടെ അവർ മന്ദഗതിയിൽ പടികൾ കയറി വരുന്നു. അമ്പ് വേദനയുടെ ഓർമ്മയും അതിജീവനത്തിന്റെ പ്രതീകവും, മുടി സമർപ്പണത്തിന്റെ അടയാളവും വിശ്വാസത്തിന്റെ ഉറപ്പും. ചിലർ രോഗമുക്തിക്കായി നേർച്ച ചെയ്തവർ, ചിലർ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെട്ടതിനുള്ള നന്ദിയോടെ, ചിലർ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ മറുപടിയായി. നാടുകാണിയിൽ നിന്നുള്ളവരും ദൂരദേശങ്ങളിൽ നിന്നെത്തിയവരും എല്ലാവരും ഒരേ മനസ്സോടെ, ഒരേ വിശ്വാസത്തോടെ, ഒരേ ദൈവസന്നിധിയിലേക്ക്. ഈ പടികൾ വെറും കല്ലുകൊണ്ടുള്ളതല്ല, ഇത് വിശ്വാസത്തിന്റെ പടവുകളാണ്. ഓരോ ചുവടിലും ഒരു കഥയുണ്ട്, ഓരോ കണ്ണീരിലും ഒരത്ഭുതത്തിന്റെ സാക്ഷ്യം. കൈകളിൽ അമ്പുമായി, ഹൃദയത്തിൽ പ്രാർത്ഥനയുമായി അവർ ഈ പടവുകൾ കയറുമ്പോൾ ആകാശത്തേക്കുയരുന്നത് അവരുടെ ആത്മാവാണ്. പെരുന്നാൾ ഒരാഘോഷം മാത്രമല്ല, ഇത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പ്രകടനം. നേർച്ച ഒരാചാരമല്ല, ഇത് വിശ്വാസത്തിന്റെ ജീവൻ. നാടുകാണി, ഈ മണ്ണ്, ഈ പടികൾ, ഈ എഴുന്നള്ളിപ്പ് എല്ലാം ചേർന്ന് ഒരേ സന്ദേശം പറയുന്നു: വിശ്വാസമുള്ളിടത്ത് അത്ഭുതമുണ്ടാകും. പെരുന്നാളിന്റെ നിറവിൽ ഒരു ഗ്രാമം ഒരുമിച്ചിരിക്കുന്ന നിമിഷമുണ്ട്. അവിടെ ഭക്ഷണം വെറും വയറ് നിറവല്ല, ഹൃദയ നിറവാണ്.
ഇതാണ് നാടുകാണിയുടെ നേർച്ച സദ്യ. അനുഗ്രഹത്തിന്റെ ഓർമ്മയായി, നിറവേറ്റപ്പെട്ട പ്രാർത്ഥനകളുടെ സാക്ഷിയായി, കൂട്ടായ്മയുടെ ആഘോഷമായി. പെരുന്നാൾ ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ തിരക്കുകൾ, വീട് വീട് കയറി ശേഖരിച്ച സഹായങ്ങൾ, ചെറുതും വലുതുമായ സംഭാവനകൾ, ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന വിധം നൽകിയ സ്നേഹവിഹിതങ്ങൾ, ഇവയുടെ ഒത്തുചേരലാണ് ഇന്നത്തെ ഈ സമൃദ്ധി. വെളുപ്പിനെ അടുപ്പ് തെളിയുമ്പോൾ തുടങ്ങിയ പണിപ്പെട്ട ജീവിതം, വലിയ പാത്രങ്ങൾ നിറച്ചു പാകം ചെയ്ത വിഭവങ്ങൾ, പാചകശാലയിൽ മുഴങ്ങുന്ന കരണ്ടികളുടെ ശബ്ദം, സേവനത്തിനായി നിരന്നു നിൽക്കുന്ന യുവജനങ്ങൾ, അതിലുപരി നിശ്ചയദാർഢ്യവും ദൈവാഭിഷേകവും കൈമുതലാക്കിയ ഒരു ദൈവപുരുഷന്റെ, ഇടവക വികാരിയുടെ ആത്മവിശ്വാസം. അതാണ് ഇന്ന് ഈ വിശുദ്ധരുടെ തിരുനാൾ വിജയപൂർണവും അനുഗ്രഹപ്രദവുമാക്കി തീർക്കുന്നത്. മാംസാഹാര വിഭവങ്ങളാൽ സമ്പന്നമായ ഈ വിരുന്ന് പങ്കുവയ്ക്കാനുള്ള മനസ്സിന്റെ പ്രതീകമാണ്. ഇവിടെ ഉയർന്നവനും താഴ്ന്നവനും വ്യത്യാസമില്ല. ഒരേ നിരയിലിരുന്ന് ഒരേ തട്ടിൽ നിന്നും ഒരു സമൂഹം തങ്ങളുടെ സന്തോഷം പങ്കിടുന്നു. ഈ മഹത്തായ ദൗത്യത്തിന് ദിശ നൽകിയ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങൾക്കും, പരമ്പരാഗത ചുമതലകൾ ആത്മാർത്ഥമായി നിർവഹിച്ച കൈക്കാരന്മാർക്കും, നിർവ്യാജ സേവനം കാഴ്ചവെച്ച എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും, ഈ സദ്യയുടെ പിന്നിലെ അദൃശ്യ ശക്തികളായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും. ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ, ഒരുപാട് ആലോചനകൾ, ഒരുപാട് ഏകോപനങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഈ നിറവിന്റെ നിമിഷം സാധ്യമായത്. ഒരു ഗ്രാമത്തിന്റെ ആത്മാവിവിടെ കാണാം. അതവരുടെ ഐക്യത്തിലാണ്, അതവരുടെ വിശ്വാസത്തിലാണ്, അതവരുടെ പങ്കുവയ്ക്കാനുള്ള മനസ്സിലാണ്. നാടുകാണിയുടെ ഈ നേർച്ച സദ്യ ഭക്ഷണത്തിന്റെ ആഘോഷമല്ല, ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാണ്, സ്നേഹത്തിന്റെ പുനർജന്മമാണ്, സമൂഹത്തിന്റെ ജീവന്തതയുടെ തെളിവാണ്. പെരുന്നാളിന്റെ നിറവിൽ ഒരു ഗ്രാമം ഒരുമിച്ചിരിക്കുന്ന നിമിഷമുണ്ട്. അവിടെ ഭക്ഷണം വെറും വയറു നിറവല്ല, ഹൃദയനിറവാണ്. ഇതാണ് നാടുകാണിയുടെ നേർച്ച സദ്യ. അനുഗ്രഹത്തിന്റെ ഓർമ്മയായി, നിറവേറ്റപ്പെട്ട പ്രാർത്ഥനകളുടെ സാക്ഷിയായി, കൂട്ടായ്മയുടെ ആഘോഷമായി. പെരുന്നാൾ ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ തിരക്കുകൾ, വീട് വീട് കയറി ശേഖരിച്ച സഹായങ്ങൾ, ചെറുതും വലുതുമായ സംഭാവനകൾ, ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന വിധം നൽകിയ സ്നേഹവിഹിതങ്ങൾ, ഇവയുടെ ഒത്തുചേരലാണ് ഇന്നത്തെ ഈ സമൃദ്ധി. വെളുപ്പിനെ അടുപ്പ് തെളിയുമ്പോൾ തുടങ്ങിയ പണിപ്പെട്ട ജീവിതം, വലിയ പാത്രങ്ങൾ നിറച്ചു പാകം ചെയ്ത വിഭവങ്ങൾ, പാചകശാലയിൽ മുഴങ്ങുന്ന കരണ്ടികളുടെ ശബ്ദം, സേവനത്തിനായി നിരന്നു നിൽക്കുന്ന യുവജനങ്ങൾ, അതിലുപരി നിശ്ചയദാർഢ്യവും ദൈവാഭിഷേകവും കൈമുതലാക്കിയ ഒരു ദൈവപുരുഷന്റെ, ഇടവക വികാരിയുടെ ആത്മവിശ്വാസം. അതാണ് ഇന്ന് ഈ വിശുദ്ധരുടെ തിരുനാൾ വിജയപൂർണവും അനുഗ്രഹപ്രദവുമാക്കി തീർക്കുന്നത്. മാംസാഹാര വിഭവങ്ങളാൽ സമ്പന്നമായ ഈ വിരുന്ന് പങ്കുവയ്ക്കാനുള്ള മനസ്സിന്റെ പ്രതീകമാണ്.
ഇവിടെ ഉയർന്നവനും താഴ്ന്നവനും വ്യത്യാസമില്ല. ഒരേ നിരയിലിരുന്ന് ഒരേ തട്ടിൽ നിന്നും ഒരു സമൂഹം തങ്ങളുടെ സന്തോഷം പങ്കിടുന്നു. ഈ മഹത്തായ ദൗത്യത്തിന് ദിശ നൽകിയ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങൾക്കും പരമ്പരാഗത ചുമതലകൾ ആത്മാർത്ഥമായി നിർവഹിച്ച കൈക്കാരന്മാർക്കും നിർവ്യാജ സേവനം കാഴ്ചവെച്ച എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഈ സദ്യയുടെ പിന്നിലെ അദൃശ്യ ശക്തികളായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും. ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ, ഒരുപാട് ആലോചനകൾ, ഒരുപാട് ഏകോപനങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഈ നിറവിന്റെ നിമിഷം സാധ്യമായത്. ഒരു ഗ്രാമത്തിന്റെ ആത്മാവിവിടെ കാണാം. അതവരുടെ ഐക്യത്തിലാണ്, അതവരുടെ വിശ്വാസത്തിലാണ്, അതവരുടെ പങ്കുവയ്ക്കാനുള്ള മനസ്സിലാണ്. നാടുകാണിയുടെ ഈ നേർച്ച സദ്യ ഭക്ഷണത്തിന്റെ ആഘോഷമല്ല, ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാണ്, സ്നേഹത്തിന്റെ പുനർജന്മമാണ്, സമൂഹത്തിന്റെ ജീവന്തതയുടെ തെളിവാണ്. മണിമുഴക്കങ്ങൾ മുഴങ്ങുന്നു. ധൂപത്തിന്റെ സുഗന്ധം കാറ്റിൽ നിറയുന്നു. ആകാശം നിറച്ച് പതാകകൾ പാറുന്നു. ചെണ്ടമേളത്തിന്റെ താളങ്ങൾ ഹൃദയമിടുപ്പുമായി ലയിക്കുന്നു. ഇത് ഒരു സാധാരണ പ്രദക്ഷിണമല്ല. ഇത് തലമുറകളെ കടന്നുപോകുന്ന വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. ചെണ്ടമേള വാദ്യഘോഷങ്ങളുടെ മഹിമയോടെ വിശുദ്ധ തോമാശ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുസ്വരൂപങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു ഗ്രാമം മുഴുവൻ ഒരുമിച്ചു നീങ്ങുന്നു. ഓരോ താളവും ഭക്തിയുടെ താളം, ഓരോ ചുവടും സമർപ്പണത്തിന്റെ അടയാളം. വിശുദ്ധ തോമാശ്ലീഹ, സംശയത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്ക്. ഇന്ന് നമ്മൾ വഹിക്കുന്നത് ഒരു പ്രതിമ മാത്രമല്ല, ഒരു ചരിത്രമാണ്, ഒരു സാക്ഷ്യമാണ്. ഗലീലിയിലെ ലളിതനായ മീൻപിടുത്തക്കാരൻ, യേശുവിന്റെ 12 ശിഷ്യരിലൊരാൾ, ആദ്യത്തിൽ സംശയിച്ചവൻ, പിന്നീട് വിശ്വാസത്തിന്റെ മഹത്തായ സാക്ഷിയായി മാറിയവൻ. കാണാതെ ഞാൻ വിശ്വസിക്കില്ല എന്നു പറഞ്ഞ തോമാസ്, പുനരുദ്ധിതനായ കർത്താവിന്റെ മുറിവുകൾ സ്പർശിച്ചപ്പോൾ ഉറക്കെ പ്രഖ്യാപിച്ചു, എന്റെ കർത്താവും എന്റെ ദൈവവും. ആ നിമിഷം മുതൽ സംശയം വിശ്വാസമായി മാറി, സംശയി സാക്ഷിയായി മാറി. വിശുദ്ധ തോമാശ്ലീഹായുടെ ജീവിതം നമ്മോട് പറയുന്നത് വിശ്വാസം ഒരു ചോദ്യം ചോദിക്കരുതെന്നല്ല, വിശ്വാസം ചോദ്യം കടന്നുപോകുന്ന അനുഭവമാണെന്നതാണ്. അദ്ദേഹം ദൂരദേശങ്ങളിലേക്ക് യാത്രയായി. പേർഷ്യയിലും പിന്നീട് ഭാരതഭൂമിയിലും സുവിശേഷം പ്രസംഗിച്ചു. കേരളത്തിന്റെ മണ്ണിൽ കാൽവെച്ച അപ്പസ്തോലൻ,
ഇവിടുത്തെ ആദ്യ ക്രൈസ്തവ സമൂഹത്തിന്റെ വിത്തു വിതച്ചവൻ. അവസാനം ചെന്നൈയിലെ മൈലാപ്പൂരിൽ കുന്തമേറ്റ് രക്തസാക്ഷിത്വം വരിച്ചു. വിശ്വാസത്തിനുവേണ്ടി ജീവൻ നൽകിയവൻ. ഇന്ന് അദ്ദേഹത്തിന്റെ തിരുസ്വരൂപം ഉയർത്തിപ്പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ അതൊരു പ്രതിമയുടെ ഭാരമല്ല, ഒരു പാരമ്പര്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. വിശുദ്ധ സെബസ്ത്യാനോസ്, സഹനത്തിന്റെ സാക്ഷി. ഇപ്പോൾ മറ്റൊരു തിരുസ്വരൂപം, ധൈര്യത്തിന്റെ പ്രതീകം, സഹനത്തിന്റെ പ്രകാശം. വിശുദ്ധ സെബസ്ത്യാനോസ്, റോമൻ സാമ്രാജ്യത്തിലെ ഒരു സൈനികൻ, പുറമേ സാമ്രാജ്യത്തിനു വിശ്വസ്തൻ, അകത്തെളിമയിൽ ക്രിസ്തുവിനു സമർപ്പിതൻ. ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനകാലത്ത് അദ്ദേഹം രഹസ്യമായി വിശ്വാസികളെ ശക്തിപ്പെടുത്തി, തടവിലായവരെ സന്ദർശിച്ചു, ഭയപ്പെട്ടവർക്ക് ധൈര്യം നൽകി. അവസാനം അദ്ദേഹത്തിന്റെ വിശ്വാസം പുറത്തുവന്നു. റോമൻ ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ മരത്തിൽ കെട്ടി അമ്പുകൾ കൊണ്ട് കുത്തി വധിക്കാൻ വിധിച്ചു. അമ്പുകൾ ശരീരം തുളച്ചു കയറി, വേദന അസ്ഥികളിലേക്ക് കടന്നു. എന്നാലും വിശ്വാസം തളർന്നില്ല. അദ്ദേഹം മരിച്ചു എന്ന് കരുതി വിട്ടുപോയെങ്കിലും ദൈവകൃപയാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് വീണ്ടും ചക്രവർത്തിയെ നേരിട്ട് അനീതിയെ ചോദ്യം ചെയ്തു. അവസാനം കഠിനമായ പീഡനങ്ങൾക്ക് ശേഷം രക്തസാക്ഷിത്വം വരിച്ചു. അമ്പുകൾ ശരീരം തകർത്തെങ്കിലും വിശ്വാസം തകർത്തില്ല. ഇന്ന് പ്രദക്ഷിണത്തിൽ അമ്പിന്റെ നേർച്ച സമർപ്പിക്കുന്ന വിശ്വാസികൾ ആ സഹനത്തിന്റെ സ്മരണയാണ്. പ്രദക്ഷിണത്തിന്റെ ആത്മാവ്. ചെണ്ടമേളത്തിന്റെ ഗർജനങ്ങൾ ആകാശത്തോളം ഉയരുന്നു. താളങ്ങൾ മുന്നോട്ട് നയിക്കുന്നു. മേളം വെറും ശബ്ദമല്ല, അത് ആവേശമാണ്, അത് ആഹ്വാനമാണ്. തിരുസ്വരൂപങ്ങൾ പൂക്കളാൽ അലങ്കരിച്ച് തോളുകളിൽ ഉയർത്തി വഹിക്കുന്നു. വഴിയരികിൽ തല കുനിച്ചു നിൽക്കുന്ന വിശ്വാസികൾ, കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന കുട്ടികൾ, കണ്ണുനിറഞ്ഞ മുതിർന്നവർ, ഒരു സമൂഹം മുഴുവൻ ഒരേയൊരു ഹൃദയമായി മാറുന്ന നിമിഷം. പാത വെറും റോഡല്ല, അത് ആത്മീയ യാത്രയുടെ പ്രതീകമാണ്. തോമാസ് ലീഹായുടെ സംശയത്തിൽ നിന്നുള്ള ഉറച്ച സാക്ഷ്യം, സെബസ്ത്യാനോസിന്റെ അമ്പുകൾ തുളച്ചിട്ടും അജേയമായ വിശ്വാസം. ഈ രണ്ടും ചേർന്നാണ് ഇന്നത്തെ യാത്രയുടെ അർത്ഥം, വിശ്വാസത്തിന്റെ പാരമ്പര്യം. ഈ പ്രദക്ഷിണം തലമുറകളുടെ സാക്ഷ്യമാണ്. മുത്തശ്ശന്മാർ നടന്ന വഴിയിലൂടെ കൊച്ചുമക്കൾ നടക്കുന്നു. കയ്യിൽ ജപമാല, ഹൃദയത്തിൽ പ്രതീക്ഷ. ഇതൊരു സംസ്കാരമാണ്, ഒരു സമൂഹത്തിന്റെ ആത്മാവാണ്. ചെണ്ടമേളം മുന്നിൽ, തിരുസ്വരൂപങ്ങൾ നടുവിൽ, വിശ്വാസികൾ പിന്നാലെ. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമ്മെ നയിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രകാശമാണ്. തോമാസ് ലീഹ നമ്മോട് പറയുന്നു, സംശയമുണ്ടായാലും ദൈവാനുഭവം തേടുക. സെബസ്ത്യാനോസ് നമ്മോട് പറയുന്നു, വേദന വന്നാലും വിശ്വാസം വിടരുത്. ഈ പ്രദക്ഷിണം നമ്മോട് പറയുന്നു, ഒരുമിച്ച് നടന്നാൽ ഭാരം ലഘുവാകും. തിരുസ്വരൂപങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കാറ്റിൽ പതാകകൾ പാറുന്നു. ആകാശം തുറന്നു നിൽക്കുന്നു. ചെണ്ടമേളം ഉയരുന്നു. ഇത് വെറും ശബ്ദമല്ല, ഇത് പ്രഖ്യാപനമാണ്. ഈ ഗ്രാമം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചെണ്ടമേളത്തിന്റെ അവസാന താളം മന്ദമാകുമ്പോൾ
പ്രാർത്ഥനയുടെ ശബ്ദം മൗനത്തിലേക്ക് ലയിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ഉറച്ച വാക്ക് മുഴങ്ങുന്നു. വിശ്വാസം മരിക്കില്ല, സാക്ഷ്യം നിലനിൽക്കും. വിശുദ്ധ തോമാസ്ലീഹായുടെ ധൈര്യവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സഹനവും നമ്മുടെ ജീവിതയാത്രയിൽ പ്രകാശമാകട്ടെ. ഈ പ്രദക്ഷിണം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഓരോ ഹൃദയത്തിലും തുടരും. കാരണം തിരുസ്വരൂപങ്ങൾ കൈകളിൽ വഹിച്ചെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെയാണ് ദൈവത്തിനു മുന്നിലുള്ള പ്രദക്ഷിണം. മണിമുഴക്കങ്ങളുടെ നാദമുയരുമ്പോൾ, ധൂപത്തിന്റെ സുഗന്ധം ആകാശത്തിലേക്കുയരുമ്പോൾ, ചെണ്ടമേളത്തിന്റെ താളങ്ങൾ ഹൃദയമിടിപ്പിനെ ഉണർത്തുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ പ്രദക്ഷിണമായി നീങ്ങുന്നു. പക്ഷേ ഇതൊരാചാരപരമായ ചലനം മാത്രമല്ല, ഇത് സഭയുടെ ദൈവശാസ്ത്രപരമായ പ്രഖ്യാപനമാണ്. പ്രദക്ഷിണം എന്നത് ദൈവസന്നിധിയിലേക്കു നീങ്ങുന്ന ദൈവജനത്തിന്റെ യാത്ര എന്ന ബൈബിൾ പ്രതീകത്തിന്റെ അവതാരമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനദേശത്തേക്കു നടന്നത് ഒരു ചരിത്രസംഭവം മാത്രമല്ല, അതൊരു തിയോളജിക്കൽ സത്യമായിരുന്നു. സഭയും അതുപോലെ ഭൂമിയിൽ യാത്ര ചെയ്യുന്ന ദൈവജനമാണ്. ഇന്ന് വിശുദ്ധ തോമാസ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുസ്വരൂപങ്ങൾ മുന്നിൽ വെച്ചു നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു കാര്യം: സഭ ഒരു സ്മാരകമല്ല, സഭ ഒരു യാത്രയാണ്. സഭയുടെ 4 അടിസ്ഥാന ഗുണങ്ങളിലൊന്നാണ് അപ്പസ്തോലികത. 1. ഹോളി, കാത്തലിക്, അപ്പസ്തോളിക് ചർച്ച്. അപ്പസ്തോലികത എന്നത് ഒരു ചരിത്രപരമായ ബന്ധം മാത്രമല്ല, അത് വിശ്വാസത്തിന്റെ വേരുകളാണ്. സഭയുടെ അധികാരവും സാക്ഷ്യവും അപ്പസ്തോലന്മാരുടെ അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. വിശുദ്ധ തോമാസ്ലീഹായുടെ ജീവിതം ഇതിന്റെ ശക്തമായ ഉദാഹരണമാണ്. യോഹന്നാൻ 20, 24, 29 കാണുന്ന സംഭവത്തിൽ തോമാസ് സംശയിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹം ഉറപ്പുതേടുന്നു. തിയോളജിയിൽ ഇത് അന്വേഷണ വിശ്വാസം എന്ന ആശയത്തോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. വിശ്വാസം അന്ധതയല്ല, അത് സത്യാന്വേഷണത്തിന്റെ യാത്രയാണ്. തോമാസ് പുനരുദ്ധിതനായ കർത്താവിന്റെ മുറിവുകൾ സ്പർശിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ, എന്റെ കർത്താവും എന്റെ ദൈവവും. ഇത് പുതിയ നിയമത്തിലെ ഏറ്റവും വ്യക്തമായ ദൈവശാസ്ത്ര പ്രഖ്യാപനങ്ങളിലൊന്നാണ്. ഇത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നേരിട്ട് അംഗീകരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനമാണ്. അതിനാൽ സംശയിച്ചവൻ തന്നെ ഏറ്റവും ശക്തനായ വിശ്വാസ സാക്ഷിയായി മാറുന്നു. ഇതൊരാഴത്തിലുള്ള തിയോളജിക്കൽ സന്ദേശം നൽകുന്നു. ദൈവം സംശയത്തെ ശിക്ഷിക്കുന്നില്ല, അത് വിശ്വാസത്തിലേക്ക് മാറ്റുന്നു. സഭാപാരമ്പര്യപ്രകാരം വിശുദ്ധ തോമാസ്ലീഹ ഭാരതത്തിലെത്തി. കേരളത്തിൽ ആദ്യ ക്രൈസ്തവ സമൂഹങ്ങളുടെ അടിത്തറ പാകി. ഇതൊരു ചരിത്രവാദമെന്നതിലുപരി ഒരാത്മീയ വാസ്തവമാണ്. ഈ ഭൂമിയിലെ വിശ്വാസം അപ്പസ്തോലിക വേരുകളുള്ളതാണ്. അപ്പസ്തോലികതയുടെ തിയോളജി പറയുന്നത് സഭയുടെ സാക്ഷ്യം മനുഷ്യനിൽ നിന്നല്ല, അപ്പസ്തോലന്മാരുടെ അനുഭവത്തിൽ നിന്നാണ്. അതിനാൽ ഇന്ന് തിരുസ്വരൂപം വഹിച്ചു നടക്കുന്നത് ഒരു സാംസ്കാരിക പ്രവൃത്തിയല്ല, അത് ഞങ്ങൾ അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. മാർട്ടിർ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലെ മാർട്ടിറോസ് എന്നതിൽ നിന്നാണ്. അർത്ഥം സാക്ഷി. രക്തസാക്ഷിത്വം മരണം മാത്രമല്ല, അത് സാക്ഷ്യത്തിന്റെ പരമാവധി രൂപമാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് റോമൻ സൈനികനായിരുന്നു. അദ്ദേഹം അധികാരത്തിന്റെ ഭാഗമായിരുന്നു, എന്നാൽ വിശ്വാസത്തിന്റെ അടിമയായിരുന്നു. അദ്ദേഹം ക്രൈസ്തവരെ ശക്തിപ്പെടുത്തി, തടവുകാരെ സന്ദർശിച്ചു, ഭയപ്പെട്ടവർക്കു ധൈര്യം നൽകി. അവസാനം അമ്പുകൾ കൊണ്ട് കുത്തിക്കൊല്ലാൻ വിധിച്ചു. ഇവിടെ അമ്പുകൾക്ക് തിയോളജിക്കൽ അർത്ഥമുണ്ട്. അമ്പ് വേദനയുടെ പ്രതീകമാണ്, പീഡനത്തിന്റെ അടയാളമാണ്. എന്നാൽ ക്രിസ്തീയ തിയോളജിയിൽ വേദന പരാജയമല്ല, അത് ക്രൂശിന്റെ പങ്കാളിത്വമാണ്. സെബസ്ത്യാനോസ് ക്രൂശിതനായ ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കാളിയായി. അതിനാൽ അദ്ദേഹത്തിന്റെ ശരീരം തകർന്നെങ്കിലും വിശ്വാസം തകർന്നില്ല.
ഇത് റിഡംപ്റ്റീവ് സഫറിംഗ് എന്ന ആശയത്തോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരുന്ന മനുഷ്യസഹനം. പ്രദക്ഷിണം ഒരു ഭൗതിക ചലനം മാത്രമല്ല, അത് എസ്കറ്റോളജിക്കൽ പ്രതീകമാണ്. സഭ ഭൂമിയിൽ യാത്ര ചെയ്യുന്നെങ്കിലും അവസാന ലക്ഷ്യം സ്വർഗീയ രാജ്യം. തിരുസ്വരൂപങ്ങൾ മുന്നിൽ, വിശ്വാസികൾ പിന്നാലെ. ഇത് വെളിപാട് പുസ്തകത്തിലെ ദൈവജനത്തിന്റെ ദൃശ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസിംഹാസനത്തിനു മുൻപിൽ കൂടിയിരിക്കുന്ന വിശുദ്ധരുടെ സമൂഹം. പ്രദക്ഷിണം ഭൂമിയിലെ സഭയെ സ്വർഗീയ സഭയുമായി ബന്ധിപ്പിക്കുന്നു. ചെണ്ടമേളം വെറും സംഗീതമല്ല, ഇത് സംസ്കാരത്തിന്റെ ശബ്ദമാണ്. ക്രിസ്തീയ തിയോളജിയിൽ ഇൻകൾച്ചുറേഷൻ എന്ന ആശയം പറയുന്നു. സുവിശേഷം ഓരോ സംസ്കാരത്തിലും ശരീരമെടുക്കുന്നു. കേരളത്തിന്റെ സംസ്കാരത്തിൽ താളവും മേളവും ഉത്സവത്തിന്റെ ഭാഷയാണ്. അതിനാൽ ചെണ്ടമേളം ഇവിടെ ഒരു ശബ്ദമാത്രമല്ല, അത് വിശ്വാസത്തിന്റെ ആഘോഷ പ്രഖ്യാപനമാണ്. തോമാസും സെബസ്ത്യാനോസും ക്രൂശിന്റെ ദൈവശാസ്ത്രം. തോമാസ് കുന്തമേറ്റു മരിച്ചു, സെബസ്ത്യാനോസ് അമ്പേറ്റു മരിച്ചു. ഇരുവരുടെയും മരണത്തിലൊരു പുതു സത്യമുണ്ട്: ക്രൂശിന്റെ പങ്കാളിത്വം. ക്രിസ്തു പറഞ്ഞു, എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ താൻ തന്നെ നിഷേധിച്ച് തന്റെ ക്രൂശെടുത്തെന്നെ പിന്തുടരട്ടെ. ഇവരതിനെ അക്ഷരാർത്ഥത്തിൽ ജീവിച്ചു. ഇന്ന് നമുക്ക് അമ്പുകൾ കൊണ്ടുള്ള പീഡനമുണ്ടായിരിക്കില്ല, പക്ഷേ വിശ്വാസത്തിനുള്ള വെല്ലുവിളികളുണ്ട്. സംശയം വരാം, തോമാസ് പോലെ. വേദന വരാം, സെബസ്ത്യാനോസ് പോലെ. എന്നാൽ ഈ പ്രദക്ഷിണം നമ്മോട് പറയുന്നു, സംശയം വിശ്വാസത്തിലേക്കു നയിക്കാം, വേദന സാക്ഷ്യത്തിലേക്കു നയിക്കാം. തിരുസ്വരൂപങ്ങൾ തോളുകളിൽ വഹിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ആത്മാവ് നമ്മെ വഹിക്കുന്നു. സഭ ഒരു സ്മാരകമല്ല, സഭ ഒരു ജീവിക്കുന്ന ശരീരം. ഈ പ്രദക്ഷിണം ഇവിടെ അവസാനിക്കുന്നില്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നീളുന്നു. വിശുദ്ധ തോമാസ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം, എന്റെ കർത്താവും എന്റെ ദൈവവും, നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ധൈര്യം നമ്മുടെ സഹനത്തിൽ പ്രതിഫലിക്കട്ടെ. ചെണ്ടമേളം മന്ദമാകുമ്പോഴും വിശ്വാസത്തിന്റെ താളം നിലനിൽക്കട്ടെ. കാരണം സഭ യാത്ര തുടരുന്നു, സാക്ഷ്യം തുടരുന്നു, വിശ്വാസം തുടരുന്നു. വിശുദ്ധ കുർബാന അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ, പള്ളിയകത്ത് പ്രാർത്ഥനയുടെ മൗനം നിറഞ്ഞിരിക്കുമ്പോൾ, പുറത്ത് മറ്റൊരു മൗനം പ്രവർത്തനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ആഘോഷത്തിന്റെ ശബ്ദം തുടങ്ങുന്നതിനു മുൻപുള്ള നിശബ്ദതയാണ്. ചൈനീസ് പടക്കങ്ങൾ, അമിട്ടുകൾ, നിറങ്ങളാൽ ആകാശം നിറയ്ക്കാൻ കാത്തിരിക്കുന്ന കരിമരുന്ന് ക്രമീകരണങ്ങൾ. പക്ഷേ അവ സ്വയം പൊട്ടുന്നില്ല. അതിനു പിന്നിൽ മനസാക്ഷിയോടെ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്. പള്ളിമുറ്റത്തിന്റെ ഒരു വശത്ത്, സുരക്ഷിതമായ അകലത്തിൽ, പരിചയസമ്പന്നരായ ചിലർ ശ്രദ്ധയോടെ ഓരോ സംവിധാനവും പരിശോധിക്കുന്നു. ഒരാൾ വയറുകൾ കണക്ട് ചെയ്യുന്നു, മറ്റൊരാൾ അമിട്ടുകളുടെ ദിശ ഉറപ്പാക്കുന്നു, മറ്റൊരാൾ സമയം ക്രമീകരിക്കുന്നു. ഇത് വെറും ആഘോഷത്തിന്റെ ഭാഗമല്ല, ഇത് കൃത്യതയുടെ ശാസ്ത്രമാണ്. അത് ഉത്തരവാദിത്വത്തിന്റെ പരീക്ഷണമാണ്. ഓരോ പടക്കും ഒരു നിർദ്ദിഷ്ട കോണിൽ സ്ഥാപിക്കപ്പെടുന്നു. ഓരോ സ്റ്റാൻഡും ഉറപ്പായി മണ്ണിൽ പതിപ്പിക്കുന്നു. കാറ്റിന്റെ ദിശ പരിശോധിക്കുന്നു. പരിസരം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുന്നു. അവരുടെ മുഖങ്ങളിൽ കാണുന്നത് ആവേശമല്ല മാത്രം, അത് ശ്രദ്ധയാണ്, അത് ഗൗരവം, അതൊരു വിശ്വാസ സമൂഹത്തോടുള്ള കടമ. കുർബാന അവസാനിക്കുമ്പോൾ ആദ്യ പൊട്ടിത്തെറി ശരിയായ സമയത്തുണ്ടാകണം. പ്രാർത്ഥനയുടെ സമാപനവും ആഘോഷത്തിന്റെ തുടക്കവും ഒരേ നിമിഷത്തിൽ സംഗമിക്കണം. ആ സംഗമ നിമിഷം അവരുടെ കൃത്യതയിൽ ആശ്രയിച്ചിരിക്കുന്നു. പടക്കങ്ങൾ ക്രമീകരിക്കുന്ന ആ കരങ്ങൾ ഒരുപക്ഷെ പ്രദക്ഷിണത്തിൽ മുൻപന്തിയിലായിരുന്നില്ല, പള്ളിയകത്തെല്ലാവർക്കും കാണപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ രാത്രിയുടെ പ്രകാശോത്സവത്തിൽ അവരുടെ പങ്ക് അനിവാര്യമാണ്. അവർ നിലത്ത് നിൽക്കുന്നു, പക്ഷേ അവരുടെ പരിശ്രമം
ആകാശത്ത് വിരിയുന്നു. കരിമരുന്ന് സജ്ജീകരിക്കുന്നതിൽ ഒരിടവേളയും അനുവദനീയമല്ല. ഒരു ചെറിയ പിഴവ് പോലും ആഘോഷത്തെ അപകടത്തിലാക്കാം. അതുകൊണ്ട് ഓരോ ബന്ധവും 2 തവണ പരിശോധിക്കുന്നു. ഓരോ ഫ്യൂസും ഉറപ്പാക്കുന്നു. ഓരോ ക്രമീകരണവും വീണ്ടും വിലയിരുത്തുന്നു. അവരുടെ കണ്ണുകളിൽ കാണുന്നത് സാങ്കേതിക പരിജ്ഞാനം മാത്രമല്ല, അത് പരിചയം, അത് ഉത്തരവാദിത്വബോധം, അത് സമൂഹത്തോടുള്ള സ്നേഹം. കുർബാനയുടെ അവസാന അനുഗ്രഹം അകത്തു നൽകുമ്പോൾ പുറത്ത് അവസാന പരിശോധന നടക്കുന്നു. എല്ലാം തയ്യാറാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ ഒരാഴമുള്ള ശ്വാസം. ഇത് വെറും പടക്കം പൊട്ടിക്കലല്ല, ഇതൊരു ഗ്രാമത്തിന്റെ പ്രതീക്ഷയ്ക്ക് തീ കൊളുത്തലാണ്. ആദ്യ അമിട്ടുയരുമ്പോൾ ജനങ്ങൾ ആകാശത്തിലേക്ക് നോക്കും. അവർ കാണുക നിറങ്ങളും പ്രകാശവും. പക്ഷേ അതിനു പിന്നിൽ ഇരുണ്ട മഞ്ഞിൽ നിൽക്കുന്ന ആ കരങ്ങളുടെ പരിശ്രമം അവർ കാണുകയില്ല. ആ പൊട്ടിത്തെറിയുടെ ശബ്ദത്തിൽ അവരുടെ അധ്വാനത്തിന്റെ പ്രതിധ്വനിയുണ്ട്. ഓരോ നിറവിസ്ഫോടനവും അവരുടെ ഏകോപനത്തിന്റെ ഫലമാണ്. ഓരോ പ്രകാശമഴയും അവരുടെ കൃത്യതയുടെ വിജയമാണ്. ഇവരാണ് ആഘോഷത്തിന്റെ പിന്നാമ്പുറ നായകർ. വിശുദ്ധ കുർബാന ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഈ പ്രവർത്തനം സമൂഹത്തിനായി സമർപ്പിക്കപ്പെടുന്നു. പ്രകാശം ആകാശത്ത് വിരിയുമ്പോൾ അവർ ശാന്തമായി പിന്നിൽ നിൽക്കും. കയ്യടികൾ ജനങ്ങളിൽ നിന്നുയരും. അവരുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി മാത്രം. കാരണം അവരുടെ സന്തോഷം കയ്യടികളിലല്ല, അത് സുരക്ഷിതമായ ആഘോഷത്തിലാണ്. നാടുകാണിയുടെ ഈ രാത്രി, ആകാശത്ത് വിരിയുന്ന ഓരോ നിറത്തിനും പിന്നിൽ ഈ കരങ്ങളുടെ കഥ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയും ആഘോഷവും ഒന്നാകുന്ന ആ നിമിഷത്തിൽ മണ്ണിൽ നിൽക്കുന്ന മനുഷ്യരും ആകാശത്ത് വിരിയുന്ന പ്രകാശവും ഒരേ ദിശയിൽ ചേരുന്നു. അവരുടെ പരിശ്രമം നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആഘോഷങ്ങൾ സ്വയം ഉണ്ടാകുന്നില്ല, അവ സൃഷ്ടിക്കപ്പെടുന്നു. പ്രകാശം സ്വയം വിരിയുന്നില്ല, അത് ഒരുക്കപ്പെടുന്നു. അതിനു പിന്നിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന സമർപ്പിത കരങ്ങളുണ്ടാകും. ഇന്ന് ആകാശം നിറയുമ്പോൾ നമ്മൾ നിറങ്ങൾ കാണും. പക്ഷേ നമ്മൾ നന്ദിയോടെ ഓർക്കണം ആ നിറങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന ആ മനുഷ്യരെ. കാരണം പ്രകാശത്തിന്റെ മഹത്വം അതിനെ ഒരുക്കിയ കരങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആകാശത്തിൽ വിരിയുന്ന വിശ്വാസത്തിന്റെ പ്രകാശോത്സവം. രാത്രി മന്ദമായി ഇറങ്ങിവരുന്നു. സന്ധ്യയുടെ അവസാന നിറങ്ങൾ മറഞ്ഞുപോകുന്നു. നാടുകാണിയുടെ ആകാശം ഇരുണ്ട നീല നിറത്തിൽ മൂടുന്നു. പെരുന്നാളിന്റെ ആവേശം ഇനിയും അവസാനിച്ചിട്ടില്ല. പകലിലെ പ്രദക്ഷിണങ്ങളും പ്രാർത്ഥനകളും കഴിഞ്ഞിട്ടും ഒരു പ്രതീക്ഷ ഇനിയും ജനഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. അത് രാത്രിയിലെ കരിമരുന്ന് പ്രയോഗം. ചൈനീസ് പടക്കങ്ങളുടെ മഹാവിസ്മയം. അമിട്ടുകൾ ആകാശത്ത് പൊട്ടിവിരിയുന്ന ആ പ്രകാശോത്സവം. പള്ളിമുറ്റവും പരിസരവും ജനത്തിരക്കിൽ നിറഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ കണ്ണുകളിൽ ആവേശം, യുവാക്കളുടെ മുഖങ്ങളിൽ ഉത്സാഹം, മുതിർന്നവരുടെ മനസ്സിൽ ഓർമ്മകളുടെ നിഴൽ. ആബാലവൃദ്ധജനങ്ങൾ ഒരേ പ്രതീക്ഷയോടെ ആകാശത്തേക്ക് നോക്കുന്നു. ഇനി തുടങ്ങും എന്ന് ഓരോ ഹൃദയവും പറയുന്നു. ഒരു നിമിഷം മൗനം. അടുത്ത നിമിഷം ആകാശം കീറിപ്പറക്കുന്ന ആദ്യ ശബ്ദം. ഒരമിട്ടുയർന്നു പറക്കുന്നു. ഇരുട്ടിനെ തുളച്ചു കയറുന്നു. പിന്നീട് ഒരു പൊട്ടിത്തെറി. നിറങ്ങൾ പൊട്ടിവിരിയുന്നു. ചുവപ്പ്, പച്ച, നീലം, സ്വർണം ഒരു പൂവായി ആകാശത്ത് വിരിയുന്നു. കുട്ടികളുടെ ചിരി ഉയരുന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് കയ്യടികൾ.
ഇത് വെറും പടക്കമല്ല, ഇത് ഇരുട്ടിനെ തോൽപ്പിക്കുന്ന പ്രകാശത്തിന്റെ പ്രഖ്യാപനമാണ്. ഓരോ അമിട്ടും ഉയരുമ്പോൾ ഒരു പ്രതീക്ഷയും ഉയരുന്നു. ഓരോ പൊട്ടിത്തെറിയും ഒരു സന്തോഷ വിസ്ഫോടനമാകുന്നു. ചൈനീസ് പടക്കങ്ങളുടെ നിരതാളം ആകാശത്തെ നിറയ്ക്കുന്നു. ഒന്നിനു പിന്നാലെ മറ്റൊന്ന്, വിസ്മയങ്ങൾ പരമ്പരയായി. വൃത്തങ്ങളായി വിരിയുന്ന തീപ്പൊരികൾ, നക്ഷത്രമഴ പോലെ വീഴുന്ന പ്രകാശത്തുള്ളികൾ. ആകാശം തന്നെ ഒരു വേദിയായി മാറുന്നു. ഈ രാത്രിയിൽ നാടുകാണിയുടെ മുകളിലെ ആകാശം ഒരു ചിത്രപടം പോലെ മാറുന്നു. മുതിർന്നവർ മൗനമായി നോക്കുന്നു. അവരുടെ ബാല്യകാല പെരുമാളുകൾ ഓർക്കുന്നു. ഇതുപോലൊരു പടക്കം അന്നുണ്ടായിരുന്നില്ല എന്നു പറയുന്ന കണ്ണുകൾ. കുട്ടികൾ വിസ്മയത്തോടെ ചോദിക്കുന്നു, ഇനി എന്തു നിറം വരും? യുവാക്കൾ മൊബൈൽ ക്യാമറകളിൽ ആ നിമിഷങ്ങൾ പകർത്തുന്നു. പക്ഷേ കണ്ണിലൂടെ കാണുന്ന ആ വിസ്മയം ഒരു സ്ക്രീനിലും പൂർണ്ണമാകുന്നില്ല. രാത്രിയുടെ ഇരുട്ടിൽ ഓരോ പൊട്ടിത്തെറിയും ഒരു ദീപസ്തംഭം പോലെ. ഇത് വെറും ആഘോഷത്തിൻ്റെ ഭാഗമല്ല, ഇത് സന്തോഷത്തിൻ്റെ പൊതുഘോഷണമാണ്. പകലിൽ പ്രാർത്ഥിച്ചവരും പ്രദക്ഷിണത്തിൽ നടന്നവരും നേർച്ച നിറവേറ്റിയവരും ഇപ്പോൾ ഒരേ ആകാശത്തിനടിയിൽ ഒരേ പ്രകാശം പങ്കിടുന്നു. കരിമരുന്നിന്റെ ശബ്ദം മലയിടുക്കുകളിൽ പ്രതിധ്വനിക്കുന്നു. ഗ്രാമം മുഴുവൻ ഒരു താളത്തിൽ ലയിക്കുന്നു. അമിട്ടുകൾ ഉയരുന്നു, വിരിയുന്നു, മന്ദമായി അപ്രത്യക്ഷമാകുന്നു. ജീവിതം പോലെ. ഒരു നിമിഷം തിളക്കം, പിന്നീട് മൗനം. പക്ഷേ ആ നിമിഷത്തിന്റെ സൗന്ദര്യം ഹൃദയത്തിൽ നിലനിൽക്കും. ഇത് നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, ഇരുട്ടെത്ര ഗാഢമായാലും ഒരു ചെറിയ പ്രകാശം മതിയാകും അതിനെ കീറാൻ. പെരുന്നാളിന്റെ സമാപനഘട്ടം ഈ പ്രകാശോത്സവത്തിൽ ഉച്ചസ്ഥായിയിലെത്തുന്നു. അവസാന ഗ്രാൻഡ് ഫിനാലെ. ഒന്നിനു പിന്നാലെ മറ്റൊന്ന്. തുടർച്ചയായ പൊട്ടിത്തെറികൾ. ആകാശം മുഴുവൻ സ്വർണപ്രകാശം. ഒരു നിമിഷം ഇരുട്ടു മറയുന്നു. പ്രകാശം മാത്രം. ജനങ്ങൾ കൈയടിക്കുന്നു. കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം. അവസാന അമിട്ടുയരുന്നു. വലിയ ശബ്ദത്തോടെ പൊട്ടുന്നു. ആകാശം ഒരു സ്വർണ്ണ പൂ പോലെ വിരിയുന്നു. പിന്നീട് മന്ദമായ പുക. മൗനം. പക്ഷേ ആ മൗനത്തിനുള്ളിൽ ഒരു നിറവ്.
നാടുകാണിയുടെ ഈ രാത്രിയിൽ ആകാശത്ത് വിരിഞ്ഞത് പടക്കങ്ങൾ മാത്രമല്ല, ഒരു ഗ്രാമത്തിന്റെ സന്തോഷം, ഒരു സമൂഹത്തിന്റെ ഐക്യം, ഒരു പെരുന്നാളിന്റെ സമാപന പ്രകാശം. ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രകാശം കൂടുതൽ മനോഹരമാകുന്നു. അതുപോലെ ജീവിതത്തിന്റെ വെല്ലുവിളികൾക്കിടയിൽ വിശ്വാസത്തിന്റെ പ്രകാശം കൂടുതൽ തിളങ്ങുന്നു. ഈ പ്രകാശോത്സവം ഒരോർമ്മയായി നിലനിൽക്കട്ടെ. അടുത്ത പെരുന്നാളിനെ കാത്ത് ഹൃദയങ്ങളിൽ ഒരു ചെറിയ തീപ്പൊരി തെളിഞ്ഞുകൊണ്ട്. കാരണം ആകാശത്ത് വിരിയുന്ന ഓരോ അമിട്ടും നമ്മോട് പറയുന്നു, സന്തോഷം പങ്കിടുമ്പോൾ അത് ഇരട്ടിയാകും. പ്രകാശം തെളിയുമ്പോൾ ഇരുട്ടു പിന്മാറും. പെരുന്നാൾ അവസാനിച്ചാലും ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ തുടരുമെന്ന്. അന്നം പങ്കിടൽ. ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഒരാഴമുള്ള ആത്മീയതയുണ്ട്. അന്ത്യസദ്യയുടെ ഓർമ്മ, അപ്പം മുറിച്ചുകൊടുത്ത രക്ഷിതാവിന്റെ സ്നേഹം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവിൻ എന്ന കൽപ്പന. ഈ നേർച്ച സദ്യയിൽ അത് വീണ്ടും ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ നേർച്ച സദ്യ ഒരു ഭക്ഷണവേളയല്ല മാത്രം, ഇതൊരു പ്രഖ്യാപനമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ നന്ദിയുള്ളവരാണ്, ഞങ്ങൾ പങ്കിടുന്നവരാണ്. പ്രദക്ഷിണത്തിൽ തെളിഞ്ഞ ജ്വാല ഇപ്പോൾ ഈ അന്നത്തിൽ തെളിയുന്നു. കാരണം വിശ്വാസം വെറും പ്രാർത്ഥനയിൽ മാത്രമല്ല, അത് പങ്കിടലിലും ജീവിക്കുന്നു. നാടുകാണിയുടെ ഈ രാത്രി പ്രാർത്ഥനയാൽ ആരംഭിച്ചു, പ്രകാശത്തോടെ ഉയർന്നു, അന്നപങ്കിടലിലൂടെ പൂർത്തിയായി. ഇതാണ് നേർച്ച സദ്യയുടെ മഹത്വം. ഇതാണ് വിശ്വാസത്തിന്റെ സൗന്ദര്യം. അന്നം പങ്കിട്ട കൈകൾ നാളെ വീണ്ടും സേവനത്തിനു മുന്നിലെത്തും. കാരണം ഈ സമൂഹത്തിന്റെ ശക്തി അതിന്റെ ഐക്യത്തിലാണ്. രാത്രി പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആകാശം നക്ഷത്രങ്ങളുടെ ചെറുതിളക്കങ്ങൾ കൊണ്ട് മന്ദമായി നിറഞ്ഞിരിക്കുന്നു. ഗ്രാമം മൗനത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. പക്ഷേ ആ മൗനത്തിനുള്ളിൽ ഒരു ചലനമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരാത്മീയ ആവേശം. കപ്പേളയുടെ മുന്നിൽ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുന്നു. ഓരോരുത്തരുടെയും കൈകളിൽ ഓരോ മെഴുകുതിരി വിളക്കുകൾ. ഇനി തെളിയാനുള്ള ഒരു ചെറുപ്രകാശം. ഇരുട്ട് ഗാഢമാണ്, പക്ഷെ അതിനേക്കാൾ ഗാഢമാണ് ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന വിശ്വാസം. ഒരു നിമിഷം പള്ളിമണി മുഴങ്ങുന്നു. ആ ശബ്ദം ഒരു വിളിയാണ്, വരുവിൻ, നമുക്ക് പ്രകാശമായി നടക്കാം. ആദ്യം മെഴുകുതിരി തെളിയുന്നു. അതൊരു കൈയിൽ നിന്ന് മറ്റു കൈകളിലേക്ക് കൂടി കൈമാറുന്നു.
ഒരു ചെറിയ ജ്വാല, പക്ഷെ അതിലടങ്ങിയിരിക്കുന്നത് അനന്തമായ അർത്ഥം. ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12. മെഴുകുതിരിയുടെ ജ്വാല അതിന്റെ പ്രതീകമാണ്. ഇത് വെറും മെഴുകും നാരുമല്ല, ഇത് ദൈവസാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഇരുട്ട് മനുഷ്യജീവിതത്തിന്റെ പ്രതീകമാകുമ്പോൾ സംശയങ്ങൾ, ഭയങ്ങൾ, വേദനകൾ, അനിശ്ചിതത്വങ്ങൾ. പ്രകാശം പ്രതീക്ഷയുടെ ഭാഷയാണ്. ഓരോ വിശ്വാസിയും കയ്യിലൊരു ജ്വാല പിടിക്കുമ്പോൾ അവൻ വെറും പ്രകാശം വഹിക്കുന്നില്ല, അവൻ സാക്ഷ്യം വഹിക്കുന്നു. കാറ്റ് മന്ദമായി വീശുന്നു, ജ്വാലകൾ ചെറുതായി വിറയ്ക്കുന്നു, എന്നാലും അണയുന്നില്ല. അത് വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ജീവിതക്കാറ്റുകൾ വീശിയാലും പ്രകാശം നിലനിൽക്കുന്നു. ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ വരിവരിയായ ജ്വാലകൾ മിന്നുമ്പോൾ കണ്ണുകൾക്കൊരു അപൂർവ കുളിർമ. ആ പ്രകാശധാര വെറും ദൃശ്യമോഹനതയല്ല, അത് ആത്മാവിന്റെ ശാന്തിയാണ്. ഓരോ ജ്വാലയും ഒരു പ്രാർത്ഥനയുടെ രൂപം. ഒരാൾ നന്ദിയോടെ നടക്കുന്നു, ഒരാൾ അപേക്ഷയോടെ നടക്കുന്നു, ഒരാൾ കണ്ണീരോടെ നടക്കുന്നു, ഒരാൾ മൗനത്തോടെ നടക്കുന്നു. എന്നാൽ എല്ലാവരും ഒരേ ദിശയിൽ, പള്ളിയിലേക്ക്. ഈ നിമിഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നു. ഒരമ്മ തന്റെ മകന്റെ ഭാവി ചിന്തിക്കുന്നു. ഒരച്ഛൻ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു യുവാവ് ജീവിതത്തിലെ തീരുമാനങ്ങൾക്ക് ദൈവസഹായം തേടുന്നു. ഒരു വയോധികൻ തന്റെ ജീവിതയാത്രയെ ഓർക്കുന്നു. മെഴുകുതിരിയുടെ ജ്വാല അവരുടെ ഹൃദയത്തിലെ നിശബ്ദ പ്രാർത്ഥനകളെ പ്രതിഫലിപ്പിക്കുന്നു. ഇതൊരു കൂട്ടായ്മയാണെങ്കിലും അതിന്റെ ഉള്ളിൽ വ്യക്തിപരമായ ദൈവാനുഭവമുണ്ട്. ദൈവികതയുടെ അനുഭവം. പ്രകാശം മുന്നോട്ടു നീങ്ങുന്നു. കാറ്റിൽ ധൂപഗന്ധം, ജപമാലയുടെ മൃദുസ്വരം. ആ നിമിഷം ഭൂമിയും ആകാശവും തമ്മിലുള്ള അതിരുകൾ മങ്ങുന്നു. ഇത് വെറും ഗ്രാമവീഥിയല്ല, ഇതൊരു വിശുദ്ധ പാതയാണ്. പ്രദക്ഷിണം ഒരു ദൈവിക പ്രഖ്യാപനമാണ്. ഇരുട്ടിൽ ഞങ്ങൾ പ്രകാശമായി നടക്കുന്നു. നാടുകാണി വിശ്വാസ സമൂഹത്തിന്റെ ആത്മാവിവിടെ തെളിയുന്നു. ചെറുപ്പവും മുതിർന്നവരും, സമ്പന്നനും ദരിദ്രനും, വിദ്യാഭ്യാസമുള്ളവനും സാധാരണക്കാരനും ഒരേ നിരയിൽ, ഒരേ ജ്വാലയിൽ നിന്നാണ് എല്ലാവരും തെളിഞ്ഞത്. പ്രകാശം പങ്കിട്ടപ്പോൾ ആർക്കും കുറവായില്ല. അതുപോലെ വിശ്വാസം പങ്കിട്ടപ്പോൾ ഐക്യം വർദ്ധിച്ചു. പ്രദക്ഷിണം ഒരാളുടെ പ്രവൃത്തിയല്ല, ഇതെല്ലാവരുടെയും പങ്കാളിത്തമാണ്. കപ്പേള ഒരുക്കിയവർ, വഴികൾ അലങ്കരിച്ചവർ, പ്രാർത്ഥന നയിച്ചവർ, മൗനത്തിൽ നിന്ന് പങ്കെടുത്തവർ, എല്ലാവരും ഈ ആത്മീയ യാത്രയുടെ ഭാഗമാണ്. സഭ ഒരു കെട്ടിടമല്ല, സഭ ഒരു സമൂഹമാണ്. പള്ളിക്കവാടം അടുത്തുവരുന്നു. ജ്വാലകൾ ഇപ്പോഴും മിന്നുന്നു. ഇരുട്ട് പിന്മാറുന്നു. പ്രകാശം പള്ളിമുറ്റത്ത് നിറയുന്നു. ആ നിമിഷം ഒരാൾ മനസ്സിലാക്കുന്നു, പ്രദക്ഷിണം ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് ജീവിതത്തിലേക്ക് നീളുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ കിഴക്കോട്ട് തലചായ്ച്ചിരിക്കുന്ന ആ ചെറിയ കുന്ന് ഒരു വിശുദ്ധ വേദിയായി മാറുന്നു. ഇരുട്ടിന്റെ മറവിൽ മന്ദമായി മിന്നിത്തെളിക്കുന്ന ചെറുജ്വാലകൾ, ആദ്യം ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ, പിന്നീട് ഒരു നിരയായി, ഒരൊഴുക്കായി. അത് നാടുകാണി ഇടവകയുടെ വിശ്വാസ സമൂഹമാണ്. കൈകളിൽ മെഴുകുതിരി വിളക്കുകൾ, ഹൃദയങ്ങളിൽ പ്രാർത്ഥന, മുഖങ്ങളിൽ മൗനഗൗരവം. കുന്നിന്റെ അടിവാരത്ത് നിന്ന് പള്ളിയിലേക്കുള്ള പടികൾ കയറി തുടങ്ങുന്നു അവർ. ഓരോ പടിയും ഒരു സമർപ്പണം, ഓരോ ചുവടും ഒരു പ്രാർത്ഥന, ഓരോ ശ്വാസവും ഒരു നന്ദി. ആ കുന്ന് വെറും മണ്ണല്ല, അതൊരാത്മീയ ഉയർച്ചയുടെ പ്രതീകം. താഴെ നിന്ന് മുകളിലേക്കുള്ള ഈ യാത്ര ജീവിതത്തിന്റെ വഴിയെയും ഓർമ്മിപ്പിക്കുന്നു. സംഘർഷങ്ങളിൽ നിന്ന് കൃപയിലേക്ക്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്. മുന്നിൽ ഇടവക വികാരി, കയ്യിൽ തിരുച്ചിഹ്നം, മുഖത്ത് ആത്മീയ ശാന്തി, നടപ്പിൽ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം. അദ്ദേഹം വെറുമൊരു നേതാവല്ല, അദ്ദേഹം ഇടയനാണ്, ഈ വിശ്വാസക്കൂട്ടത്തെ ആത്മീയമായി നയിക്കുന്ന ഇടയൻ. അദ്ദേഹത്തിന്റെ ചുവടുകൾക്ക് പിന്നാലെ കൈക്കാർമാർ, പാരമ്പര്യ ചുമതലകളുടെ ഭാരവുമായി, വിശ്വാസ പാരമ്പര്യത്തിന്റെ കാവൽക്കാരായി, സമൂഹത്തിന്റെ തൂണുകളായി. അവരുടെ മുഖങ്ങളിൽ ക്ഷീണമില്ല, കാരണം അത് സേവനമാണ്, അത് അഭിമാനമാണ്, അത് ദൈവത്തിനു സമർപ്പിച്ച ഉത്തരവാദിത്വമാണ്. കുന്നിന്റെ വഴിയിലൂടെ വരിവരിയായ ജ്വാലകൾ ഒരു പ്രകാശനദിയായി ഒഴുകുന്നു. കാറ്റു മന്ദമായി വീശുന്നു. ജ്വാലകൾ ചെറുതായി വിറയ്ക്കുന്നു, എന്നാലും അണയുന്നില്ല. അതുപോലെ ജീവിതത്തിലെ കാറ്റുകൾ വന്നാലും ഈ സമൂഹത്തിന്റെ വിശ്വാസം അണയുന്നില്ല. പടികൾ കയറുമ്പോൾ ചെറിയ കുട്ടികൾ മാതാപിതാക്കളുടെ കൈ പിടിച്ചു നടക്കുന്നു. മുതിർന്നവർ മന്ദഗതിയിൽ ചുവടുവയ്ക്കുന്നു. യുവാക്കൾ ശ്രദ്ധയോടെ ജ്വാല സംരക്ഷിക്കുന്നു.
ആ നിമിഷം വയസ്സിനു വ്യത്യാസമില്ല, സമ്പത്തിനു വ്യത്യാസമില്ല, വിദ്യാഭ്യാസത്തിനു വ്യത്യാസമില്ല. എല്ലാവരും ഒരേ പ്രകാശത്തിൽ ഒന്നിക്കുന്നു. കുന്നിന്റെ മുകളിലേക്കെത്തുമ്പോൾ പള്ളി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, ഒരു പ്രകാശത്തിൽ കുളിച്ചൊരു വിശുദ്ധ സാന്നിധ്യം പോലെ. പടികൾ അവസാനിക്കുമ്പോൾ ഒരാത്മീയ നിറവ്. ഈ കയറ്റം വെറും ഭൗതികമായിരുന്നില്ല, ഇത് ഉള്ളിലെ ഉയർച്ചയായിരുന്നു. വികാരി പള്ളിക്കവാടത്തിങ്കൽ നിൽക്കുന്നു. ജനങ്ങൾ ചുറ്റും നിരയായി. ജ്വാലകൾ ഇപ്പോഴും മിന്നുന്നു. ആ നിമിഷം നാടുകാണി ഒരു കുടുംബമാകുന്നു. വികാരി പ്രാർത്ഥന നയിക്കുന്നു. കൈക്കാർമാർ ഭക്തിപൂർവം ചേർന്ന് നിൽക്കുന്നു. വിശ്വാസികൾ മൗനത്തിൽ തലകുനിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ മുകളിലായി, കൈകളിലെ ജ്വാലകൾ താഴെ. ഇരുവരും ചേർന്ന് ഒരു ദൈവിക സാക്ഷ്യം സൃഷ്ടിക്കുന്നു. ഈ കുന്നിലൂടെ നടന്ന ഈ യാത്ര ഒരു ഓർമ്മ മാത്രമല്ല, ഒരു പാരമ്പര്യമാണ്. നാടുകാണി വിശ്വാസ സമൂഹം ഇങ്ങനെ വീണ്ടും പ്രഖ്യാപിക്കുന്നു: ഞങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്, ഞങ്ങൾ ഇടയനെ പിന്തുടരുന്നു, ഞങ്ങൾ പാരമ്പര്യം സംരക്ഷിക്കുന്നു, ഞങ്ങൾ പ്രകാശമായി ഉയരുന്നു. മെഴുകുതിരികൾ പിന്നീട് അണഞ്ഞേക്കാം, പക്ഷേ ഈ കുന്നിൽ തെളിഞ്ഞ ഐക്യത്തിന്റെ പ്രകാശം അണയില്ല. കാരണം ഈ പടികൾ കയറിയത് കാലുകൾ മാത്രമല്ല, ഹൃദയങ്ങളായിരുന്നു. ഈ കുന്ന് കണ്ടത് ഒരു പ്രദക്ഷിണമല്ല, ഒരു സമൂഹത്തിന്റെ ആത്മാവാണ്. നാടുകാണി ഇരുട്ടിൽ നിന്നുയർന്ന് പ്രകാശത്തിലേക്ക് നടന്നു കയറുന്ന ഒരു വിശ്വാസ സാക്ഷ്യം. മെഴുകുതിരികൾ മന്ദമായി അണയുന്നു, പക്ഷേ ഹൃദയത്തിലെ ജ്വാല അണയുന്നില്ല. ഈ രാത്രിയിൽ നാടുകാണി ഒരു സന്ദേശം പറയുന്നു: ഇരുട്ടെത്രയുണ്ടായാലും ഒരുമിച്ച് തെളിയുമ്പോൾ പ്രകാശം അതിനെ കീഴടക്കും. ഓരോ വിശ്വാസിയും ഒരു ജ്വാലയാണ്, ഒരുമിച്ചു വന്നാൽ ഒരു മഹാപ്രകാശം. ഈ മെഴുകുതിരി പ്രദക്ഷിണം ഒരാചാരമല്ല, ഇതൊരാത്മാവിന്റെ പ്രഖ്യാപനമാണ്. ഞങ്ങൾ പ്രകാശത്തിൽ നടക്കുന്നു, ഞങ്ങൾ ഒരുമിച്ചു നടക്കുന്നു, ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനേ, ശക്തിയുടെ ജീവനമേ, നാടുകാണി മുഴുവൻ ഇൻപാടുന്നാനം പെരുന്നാളാഘോഷം സ്വർഗാനുഭൂതി തന്നെ. വിശ്വാസത്തിന്റെ ഈ പെരുന്നാൾ ഹൃദയം മുഴുവൻ നിറയട്ടെ. നാടുകാണി ഗ്രാമം ഇന്നു ഉത്സവവേഷം, പള്ളിമുറ്റത്തിറയുന്നു പ്രാർത്ഥനനാദം. നാടുകാണി പള്ളിപ്പെരുന്നാൾ ഇവിടെ അവസാനിക്കുകയാണ്. ദിവസങ്ങളായി കാത്തിരുന്ന ആ ആഘോഷദിനങ്ങൾ ഇപ്പോൾ മനസ്സിൽ മധുര സ്മരണകളായി മാറുന്നു. പ്രാർത്ഥനകളാൽ ആരംഭിച്ച ഈ പെരുന്നാൾ പ്രദക്ഷിണങ്ങളാലും നേർച്ച സദ്യകളാലും പ്രകാശോത്സവങ്ങളാലും സമൃദ്ധമായി പൂർത്തിയായി. ഈ ദിവസങ്ങളിൽ നാം കണ്ടത് വെറുമൊരു ഉത്സവമല്ല, ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഐക്യം തന്നെയാണ്. മണിയൊച്ചകളിൽ മുഴങ്ങിയ ഭക്തി, മെഴുകുതിരി ജ്വാലകളിൽ തെളിഞ്ഞ സമർപ്പണം, ആകാശത്ത് വിരിഞ്ഞ അമിട്ടുകളിൽ പ്രകടമായ സന്തോഷം, ഇവയെല്ലാം ചേർന്നാണ് നാടുകാണി പെരുന്നാൾ അതിന്റെ മഹിമയിലെത്തിയത്. ഈ പെരുന്നാളിന്റെ എല്ലാ മനോഹര നിമിഷങ്ങളും നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങൾ നടത്തിയ ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടമായെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിസ്റ്റിക് വോണ്ടർലസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിന്റെ എല്ലാവിധ ആശംസകളും
നാടുകാണി പള്ളിപ്പെരുന്നാളിന് അർപ്പിക്കുന്നു. മിസ്റ്റിക് വോണ്ടർലസ്റ്റർ യൂട്യൂബ് ചാനലിന് പള്ളിപ്പെരുന്നാൾ എടുക്കാൻ അവസരം തന്നതിന് റോബിൻ അച്ഛനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി, ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. അതുപോലെ പുതിയതായി പിക്സൽ ക്രാഫ്റ്റ് സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ കൂടി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ലക്ഷങ്ങൾ വില വരുന്ന മീഡിയ സോഫ്റ്റ്വെയർ കോഴ്സുകളും AI ഫിലിം മേക്കിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ക്രാഫ്റ്റ് വർക്ക്സ് അഥവാ കരകൗശല വസ്തു നിർമ്മാണത്തെക്കുറിച്ചും വിശദമായി പഠിപ്പിക്കുന്നു. ജോലിയില്ലാതെ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾക്ക് പിക്സൽ ക്രാഫ്റ്റ് സ്റ്റുഡിയോ എന്ന ഈ യൂട്യൂബ് ചാനൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഈയൊരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ പിന്തുണയും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. വീണ്ടും ഒരിക്കൽ കൂടി നാടുകാണി പള്ളിപ്പെരുന്നാൾ എല്ലാവർക്കും അനുഗ്രഹങ്ങളും സമാധാനവും നൽകി മനസ്സുകളിൽ തെളിഞ്ഞു നിൽക്കട്ടെ. നന്ദി. ദൈവാനുഗ്രഹങ്ങൾ ഏവർക്കുമുണ്ടാകട്ടെ.